എൻ്റെ പേര് ലക്ഷ്മി കീർത്തന. ഒരു സ്ക്രീനിലും ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ വരുന്നത്. കൂവമലയ്ക്ക് ഞാൻ എത്തിപ്പെടുന്നത് വളരെ യാദൃശികമായിട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജായിട്ട് ബന്ധപ്പെട്ട് അതിന് സംഗീതത്തിന് ഡാൻസ് കളിക്കാന്നൊക്കെ ഉള്ള പോലെ ഞാൻ അവളുടെ വീട്ടിലേക്ക് പ്രാക്ടീസിനൊക്കെ പോയതായിരുന്നു. ആ സമയത്താണ് ഞാൻ അവളുടെ ഒരു കസിനെ പരിചയപ്പെടുന്നത്. അവള് അടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ ഒന്ന് ഒരു പരിചയമൊക്കെ ആയപ്പോൾ അവളിൻ്റെ അടുത്ത് പറഞ്ഞു, അവളിങ്ങനെ ഷോർട്ട് ഫിലിമിലൊക്കെ ചെറുതായിട്ടൊക്കെ തല കാണിക്കുന്ന ആളാണ്, ഒരു ടീമുണ്ട്, അവരായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ തേടി വെള്ളി കാലിച്ചിട്ടി എന്നൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. കാരണം എനിക്കും അങ്ങനെ ഒരു ചാൻസ് ഇതുവരെ ചാൻസായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഞാനായിട്ട് തേടി പോയിട്ടുണ്ടോ ചോദിച്ചാൽ അതും ഇല്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തത് ആകെപ്പാടെ ഇതാണ്, റീൽസ് എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. കുറച്ച് റീൽസ്, അതുപോലെ പണ്ടൊക്കെ ഒരു ഡബ് സ്മാഷ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഒരു പാഷനാണ് ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അവൾ കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ പുതിയൊരു വർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്താ അവരുടെ അടുത്ത് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചീൻ്റെ റീലും അല്ലെങ്കിൽ ഫോട്ടോസും കുറച്ച് റീലോ എന്താ ചെയ്തത് വെച്ചാൽ വർക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് അയച്ചു കൊടുക്കുന്ന ഹരീഷിനാണ്, ഡയറക്ടർക്കാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹരീഷ് കണ്ടപ്പോൾ ഹരീഷിനത് ഓക്കെ ആയി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. കൂവന്മലയിൽ എൻ്റെ കഥാപാത്രം എനിക്ക് എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരു പെയറായിട്ട് അഭിനയിക്കുന്ന പറയുമ്പോൾ പ്രണയം അതിലുണ്ടാവുമെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രണയം നമ്മളെ ഇടയിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ ഫാമിലിയിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുമുട്ടിയ ഒരു പ്രണയം തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് എൻ്റെത്. പക്ഷേ അതിൽ പ്രണയമാണെങ്കിൽ കൂടെയും എനിക്ക് ഒരു ആസ് എ ബിഗിനർ എനിക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു അത്. ഈവൻ ഒരു ലവ് സീൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇമോഷൻ നമ്മൾ കൊടുക്കണം. ട്രാജഡി ആണെങ്കിൽ അങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്ന മൂഡാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അങ്ങനെ എനിക്ക് എല്ലാതും ഇതിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നത്. അതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് ഒരു തുടക്കത്തിൽ കിട്ടുന്നതിൽ തന്നെ നമുക്കിപ്പോൾ ഒരേ ജോണറിലുള്ള ടൈപ്പ് ഇമോഷൻസ് മാത്രം എക്സ്പ്രസ് ചെയ്യാതെ എല്ലാതും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയല്ലോ. അത് എനിക്കൊരു ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നി. കൂവമല റിലീസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഇതിരുന്ന് കാണണം. നമ്മൾ നിർബന്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലത്ര ഉണ്ട്, ഒന്ന് എൻജോയ് ചെയ്തിരുന്ന് മടുക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു എലമെൻറ്റ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കി വിശേഷം ഇതിറങ്ങി കഴിഞ്ഞിട്ട് കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഈവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടോ എങ്ങനെയായാലും നിങ്ങളത് അറിയിക്കണം. കാരണം നമ്മളൊരു വർക്ക് ചെയ്തെന്നാൽ മാത്രം പോരല്ല, അത് എങ്ങനെ ഉണ്ടെന്നും കൂടി കേൾക്കുമ്പോഴല്ലേ നമുക്കൊരു സമാധാന സന്തോഷമൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കത് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം, നല്ലതാണെങ്കിൽ അതും പറയാം. നിങ്ങളുടെ ജെന്വിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ എല്ലാവരും കാണാം. താങ്ക് യു.